ഹേ ഗൈസ് എല്ലാ മച്ചന്മാർക്കും ഗുഡ് ഡേയ്സിൻ്റെ ഒരു ഗെയിം ഡേ വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നെ മൈൻക്രാഫ്റ്റിലോട്ട് തിരിച്ചു വന്നു ഗൈസ്. ഓക്കെ, നമ്മൾ എവിടെ സ്പോണാവുന്ന പോലും എനിക്കൊരു പിടിയില്ല. ഇതെവിടെ എനിക്ക് തോന്നുന്നു ഞാൻ മൈനിങ് ഏരിയയിലോട്ട് മൈനിങ് ഏരിയയിലായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ, എങ്ങോട്ടേക്കാണ് വഴി? അപ്പം ഫസ്റ്റ് നിങ്ങൾ തന്നെ സോറി ചോദിക്കണം ഗൈസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാസമായി ഞാനൊരു വീടിൻ്റെ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഇതുവരെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു അനക്കവും ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ സംഭവം നമുക്ക് സെറ്റാക്കാം. പിന്നെ ഗൈസ് ചെറിയൊരു ക്ലിച്ച് കണക്ക് അപ്പോഴെപ്പോഴും ഇങ്ങനെ ഒന്ന് ഒരു പോസ് ആകും കണക്കാവും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ചെറിയ ക്ലിച്ചാണ്, ഇത്രയും ദിവസം എടുക്കാതിരുന്നതിൻ്റെ എന്തോന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാറ്റ് ഒരു ഫാർമും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് വീടും കാര്യങ്ങളും സെറ്റായി വീടിന് കാണിച്ചു തരാം. പിന്നെ കുറച്ച് ഇതുപോലെ ക്ലിച്ച് അടിക്കും, അത് കുറച്ച് ക്ഷമിക്കുക. അതൊക്കെ ഒരു ക്യാറ്റ് ഫാർമും കാര്യങ്ങളും സെറ്റാക്കണം. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഗോള്. അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം അതിൻ്റെ മണ്ടെന്ന് കയറട്ടെ കേസ്. ഇത് എവിടെ വന്ന് കയറുമോ എന്തോ. ഓക്കെ, അങ്ങനെ ഒരു വിധം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട സ്റ്റെപ്പ് കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഇങ്ങോട്ട് കയറാം. ചാടി കയറി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ എൻ്റെ മോനെ, നമ്മളെ പഴയ സ്ഥലം തന്നെയാണ്, വേറെ എങ്ങുമല്ല. എൻ്റെ ഇതാണ് കേസ് നമ്മൾ ഉദ്ദേശിച്ച വീടും കാര്യങ്ങളൊക്കെ. എൻ്റെ മോനെ, പക്ഷേ ഇതിന് ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഇറങ്ങാനുള്ളതായിരുന്നു. ഒരു 11 മിനിറ്റുള്ള ഇതിൻ്റെ വീടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയ വീഡിയോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ എൻ്റെ ഇത് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ക്രീപ്പർ എൻ്റെ മോനെ വന്ന് കയറിയപ്പോൾ തന്നെ ഇവൻ പൊട്ടിച്ച്. പിന്നെ ശരിയാക്കാം. എന്തായാലും പോട്ടെ. പിന്നെന്താ പറയാമെന്ന് അപ്പം വീഡിയോ വരാനുള്ളത്, പക്ഷേ ആ വീഡിയോ ഡിലേറ്റ് ആയിപ്പോയി. പിന്നെ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് വീടും കാര്യങ്ങളൊക്കെ. വീടിനുള്ളിലോട്ടൊക്കെ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. പിന്നെ ബാമ്പും കാര്യങ്ങളും നട്ട് 2 ലാമ ഫ്രണ്ടിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ചുമ്മാ ഒരു ഭംഗിക്ക്, അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ ആരും മറക്കരുത്. ഓക്കെ, അപ്പം ഇതാണ് കേസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ ഉദ്ദേശിച്ച ഇത് ഗെയിമിൽ പിന്നെ കേസ് എൻ്റെ ഈ ഗെയിമിനകത്തൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഒരു മോബിൻ്റെ അറ്റാക്ക് കിട്ടത്തില്ല. പക്ഷേ സർവൈവലാണ് കളിക്കുന്നത്. എന്തെന്ന് അറിയത്തില്ല കേസ്. അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. ഓക്കെ കേസ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പക്ക സർവൈവലാക്കി കളിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, പക്ഷേ ക്രീപ്പർ കേസ് പ്രശ്നമാണ്. ക്രീപ്പർ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ മോബൊന്നും എന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല. പൊട്ടിത്തെറിച്ച് ഇവിടെ ഫുള്ള് ഞാൻ നാശമാക്കി ഗൈസ്. എന്താണ് എന്തായാലും കയറി കിടന്ന് പെട്ടെന്ന് ഉറങ്ങാം. രാവിലെ ആയിട്ടില്ലെങ്കിൽ അവന്മാരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഇതാണ് ഗൈസ് ഉള്ളിലൊക്കെ. മുകളിലോട്ട് പിന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. പെട്ടെന്ന് രാവിലെ ആയിട്ട് വേണം നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു ക്യാറ്റ് ഫാർമും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പണിയുണ്ടെന്ന്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ കിടപ്പ്. നമുക്ക് ഫസ്റ്റ് കേസ് എവിടെ ക്യാറ്റ് ഫാം സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ കഥ പടച്ചേക്കാനകത്തൊരു മൊബും കയറണ്ട. പിന്നെ ഗൈസ് പിന്നെ വീടിൻ്റെ ചുറ്റും വീടിന് എന്തെങ്കിലും ഐഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് മടിക്കാതെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാം. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണ സാധനം വെക്കാം. ജസ്റ്റ് എൻ്റെ തട്ടിക്കൂടിൽ ചെറിയൊരു വീടുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെന്താ, പിന്നെ നമുക്ക് ക്യാറ്റ് ഫാർം ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം തപ്പി നടക്കണം. പക്ഷേ അതിന് എവിടെ കിട്ടും എന്നാണ് ഗൈസ് എനിക്കൊരു അറിയാൻ വയ്യത്ത്. കാരണം അങ്ങനത്തെ ഒരു പ്ലെയിൻ സ്ഥലമൊന്നും ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് കണ്ടിട്ടില്ല. അപ്പം അതൊന്ന് സെറ്റായിട്ട് കാണാം ഗൈസ്. എന്തായാലും ഫൈനലി ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചു ഗൈസ്. ഇതാണ് ആ സ്ഥലം. കണ്ടോ, ഇവിടെ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു വലിയ സ്പേസ് ആണ്, അവിടെയാണ്. അപ്പം മരവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൂട്ടി കുറച്ച് പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിവിടെ ഒരു ക്യാറ്റ് ഫാർം സെറ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിപ്പം ഒരു റഫായിട്ട് ചെയ്യുന്നതാണ്. കാരണം അത്രയ്ക്ക് വൃത്തിയൊന്നും ഇല്ലാതെ റഫായിട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് എല്ലാ ജസ്റ്റ് ഒന്ന് കയ്യിലോട്ട് ജസ്റ്റ് എല്ലാം കയ്യിലോട്ട് കിട്ടിയിട്ട് പിന്നീട് നമുക്കില്ല പ്രോപ്പറായിട്ട് ഒന്ന് മേക്ക് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് റഫായിട്ട് നമുക്ക് ഇവിടെ എല്ലാ ഫാർമും സെറ്റ് ചെയ്തിട്ട് പിന്നീട് നമുക്കൊരു വലിയ ഇതായിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതേക്കുന്ന ഒരു ക്യാറ്റ് ഫാർമാണ്. ഫുഡ് ഫസ്റ്റ് സേഫ് ആക്കണം. എന്നാലേ ഫുഡ് സേഫ് ആക്കിയിട്ട് പിന്നീട് നമുക്ക് ബാക്കി അങ്ങനത്തെ വേറെ നമ്മളെന്താണ് അയൺ ഫാർം അങ്ങനത്തെ ഫാർമിലോട്ടൊക്കെ പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ മരം വെട്ടിയ കമ്പും ആപ്പിളൊക്കെ കിടക്കുകയാണ്. ഓക്കെ, അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്കിനി ക്യാറ്റ് ഫാർം ഉണ്ടാക്കുന്ന റിസോഴ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അതൊരു ചെറിയ പണിയാണ് ഗൈസ്. അത് കാണിച്ചാൽ ഈ വീഡിയോ 2-2.5 മണിക്കൂർ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് വരാം ഗൈസ്.
ഓക്കെ, ഒരുപാട് മണിക്കൂർക്ക് ശേഷം നമ്മളിത് അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഹോപ്പറും പിന്നെന്തരാണ് ഈ കംപ്രസറും ഈ ക്യാറ്റൊന്നും കിട്ടാൻ വലിയ പാടില്ലായിരുന്നു. നമുക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല, ഞാൻ അവിടെ അടുത്തൊരു വില്ലേജിൻ്റെ സൈഡിലാണ് ഈ വീടും കാര്യങ്ങളും വെച്ചത്. അതുകൊണ്ട് അവിടെ നിന്ന് ഫുള്ള് ഊറ്റി. ഇതാണ് ഞാൻ പറഞ്ഞത്, അവന്മാർ ഊറ്റി നമുക്ക് ജീവിക്കണമെന്ന്. ഓക്കെ, അതുകൊണ്ട് കാരണം അവന്മാരിൽ നിന്ന് കുറച്ച് തന്നെ കിട്ടി. പിന്നെ റെയിലും കാര്യങ്ങളൊക്കെ കുറച്ച് അയൺ ഇങ്കറ്റ് എൻ്റെ ഉണ്ടായിരുന്നു, അത് വെച്ച് സെറ്റാക്കി. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം പിന്നെ നൈറ്റ് ആയാലും അപ്പം എന്തായാലും കിടന്ന് തുടങ്ങിയിട്ട് നാളെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഫൈനലി അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്യാറ്റ് ഫാർമിൻ്റെ പണിലോട്ട് കിടക്കാം. പിന്നെ മുകളിൽ ഗൈസ് എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഫുഡ്, ഇതിനകത്ത് പിന്നെ എന്തോ സോഡും കാര്യങ്ങളൊക്കെ. ഇവിടെ എന്താ ഇതിനകത്ത് ബ്ലോക്ക്. പിന്നെ നമ്മുടെ കയ്യിൽ ഹോ ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഹോ നോക്കാനാണ് സത്യം പറഞ്ഞാൽ വന്നത്. എൻ്റെ കയ്യിൽ ഹോ ഇല്ല ഗൈസ്. കാരണം ഹോ ഉണ്ടെങ്കിൽ നമുക്കില്ലത് ഫാർം ചെയ്ത് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഇവിടെ അതും കാണാനില്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റേ ക്ലീനാക്കി ഗൈസ്, ആ ക്ലീനാക്കി സ്ഥലത്ത് ഇവിടെ വെച്ചിട്ട് മറന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്തായാലും കണ്ട് വലിയ ദൂരെയല്ല, എൻ്റെ ബാക്കിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കയറാം, അതാണ് എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം അതായിരിക്കുന്നു പറഞ്ഞ കണക്ക് തന്നെ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്കിനി ഒരു ഹോ സെറ്റാക്കണം. ഹോ ഉണ്ടെങ്കിലേ ഫുള്ള് ഇത് നമുക്ക് ക്യാരറ്റ് ഫസ്റ്റ് നടാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഹോ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇനി വേറെ എന്താ, ഹോ മതി. അപ്പോൾ ഹോം കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ വാട്ടർ ബക്കറ്റ് ഞാൻ അവിടെ നിന്ന് വില്ലേജസിൻ്റെ ഓസി എടുത്തതാണ്. ബക്കറ്റ് വാട്ടർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം എൻ്റെ സ്ഥലത്ത് ഞാൻ വൃത്തിയാക്കിയിട്ട സ്ഥലത്ത് കയറിയിരിക്കുന്നത്. നിനക്ക് എത്ര ധൈര്യം വന്നടാ, അടിയടാവനാ, കൊല്ലടാ, ചാവടാ, രണ്ടടിക്കാനവൻ ചത്ത്. അതുകൊണ്ട് കൂടുതൽ ഡയലോഗൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ക്യാരറ്റ് ഫാർമും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. ഫസ്റ്റ് ഞാൻ ട്യൂട്ടോറിയൽ കണ്ട അനുസരിച്ചാണെങ്കിൽ ഇവിടെ ഒരു ബ്ലോക്ക് പോട്ടെ. പിന്നെ നമ്മൾ ആ വാട്ടർ ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം. പിന്നെ ഇനി ഇവിടെ നിന്ന് 4 ബ്ലോക്ക് ഹോ ചെയ്യണം. ഇവിടെ 4 ബ്ലോക്ക് ഇതതിങ്ങനെ. ഓക്കെ, 4 ബ്ലോക്ക് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഫുള്ള് സ്ക്വയറിന് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പാതി. അയ്യോ ഗൈസ്, എൻ്റെ ഹോ പിന്നെയും പൊട്ടി. ഇതെന്തായാലും നമുക്കൊരു സ്റ്റോൺ ഹോ ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. ഇതാണ് പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് നേരത്തെ ചെയ്ത് വയ്ക്കണം. ഞാൻ എന്തായാലും സ്റ്റോൺ ഹോയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി സുഖമായിട്ട് ഫുള്ള് ചെയ്യാം. എവിടെ ഗ്ലിച്ച് ഗൈസ്? ഓക്കെ, ബാക്കി ഫുള്ള് സ്ക്വയറിന് ചെയ്തിട്ട് അത്യാവശ്യം വലിയ സ്പേസും കാര്യങ്ങളാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടെ ഓക്കെ കേസ്, അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും കുറച്ച് സോൾഡ് ബ്ലോക്സ് കൊണ്ട് വെക്കണം എന്നാണ് എൻ്റെ ഒരു ഓർമ്മയില്ല, അത് അങ്ങനെ തന്നെയാണ്. അപ്പം എൻ്റെ കയ്യിൽ വേറെ സോൾഡ് ബ്ലോക്സ് വല്ലതും ഉണ്ടോ? ഓക്കെ, എന്തായാലും വീട്ടിനകത്ത് നമ്മൾ ആ ഡേർട്ട് കാണാതിരിക്കത്തില്ല. അപ്പോൾ എന്തായാലും അത് പോയി ഞാൻ ഡേർട്ട് വെച്ചിട്ട് മതിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യണത് പിന്നീട് നമുക്കതൊരു നല്ല ഇതാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒരു റഫായിട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് സെറ്റാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, മണ്ടേ കയറി ചാടി കയറി. ഓക്കെ ഇതാ കിടക്കുന്നത് നമ്മുടെ സ്ഥലം. ഇനി എൻ്റെ ഫുള്ള് ചുറ്റും ഡേർട്ട് വെച്ച് സെറ്റാക്കണം. എൻ്റെ കയ്യിൽ 1 ചാക്ക് ഉണ്ടായിരുന്നു കൈസ്, 64 ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മളെ സംഭവം. പക്ഷേ ഡേർട്ട് വെച്ച് ചെയ്തിട്ട് എന്തോ എനിക്കൊരു വൃത്തി വരുന്നില്ല. എന്നാലും പിന്നെ എൻ്റെ കയ്യിൽ വേറെ ബ്ലോക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടും വീഡിയോ ലെങ്ത് ആക്കണ്ട എന്നുള്ളത് കൊണ്ടും ഇതൊക്കെ ഒന്ന് ഫുള്ളായി കഴിഞ്ഞിട്ട് കാണാം. അതുകൊണ്ടാണ് ഞാൻ ബ്ലോക്കും കുറച്ചും കൂടെ നല്ലതെന്ന് വെക്കാത്തത്. ഇതെന്തായാലും ഒന്ന് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ, അതൊക്കെ അത്യാവശ്യം ഫുള്ളായി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്യാരറ്റ് നടാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഫുള്ള് നടാം. എൻ്റെ കയ്യിൽ എത്ര കറക്റ്റ് ഓർമ്മയില്ല, അത്യാവശ്യം കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് ഇവിടെ നിന്ന് നട്ട് വെച്ചിട്ട് ബാക്കിന് വേണ്ടി വരികയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് വില്ലേജിൽ പോയി ഊറ്റേണ്ടി വരും. ഇത് അത്യാവശ്യം നിറയത്തില്ല, തീർന്ന്. ഇനിയും ഒരു 10-15 ബ്ലോക്കോളം ഇനിയും വെക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി ഊറ്റിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരം കൊണ്ട് കാത്തിരിപ്പായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാൻ ക്യാരറ്റും കൊണ്ട് വരുന്ന വരവൊക്കെ ആയിരിക്കുമെന്ന്. അതൊന്നുമല്ല ഗൈസ്, മണിക്കൂറിൽ കുറേയായി. ഞാൻ കണ്ട ട്യൂട്ടോറിയൽ പറഞ്ഞത് ഇത് സംഭവം ഉണ്ടാക്കി ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെസ്റ്റ് മുഴുവനും നമ്മുടെ ക്യാരറ്റ് ഫുള്ള് നിറഞ്ഞിരിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ചെയ്തിട്ടും എന്താണെന്നല്ല ഗൈസ്, റിസൾട്ട് കിട്ടുന്നില്ല. 2 ഇപ്പോൾ 2.5-3.5 മണിക്കൂറായിട്ടും ഇതിനകത്ത് ഒരു ക്യാരറ്റെങ്കിലും ഒരു 64 ക്യാരറ്റെങ്കിലും വന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, വർക്ക് ചെയ്യുമെന്ന് പറയായിരുന്നു. ഇതിപ്പം ഒരു ക്യാരറ്റ് പോലും പറഞ്ഞില്ല ഗൈസ്. ഞാൻ പിന്നെ ഇവിടെ തെറ്റ് വരുത്തുമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഞാൻ എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തത്. അവിടെ നിന്നും തെറ്റ് വരാൻ വേണ്ടി ഞാനൊന്നും അങ്ങനെ ചെയ്തില്ല. അത് വീഡിയോ കാണിച്ച പോലെ കറക്റ്റ് ചെയ്ത്. പിന്നെ എന്തുകൊണ്ടാണ് വർക്കാവത്തെന്ന് അറിയില്ല. വെറുതെ ടൈം വേസ്റ്റായി ഗൈസ്. ഞാനിപ്പോൾ വരും നാളെ വരും എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, ഫുള്ള് ഫ്ലോപ്പായി ഗൈസ്. കണ്ടോ ഗൈസ്, നിങ്ങൾ തന്നെ നോക്കുക. ചെസ്റ്റിനകത്ത് കണ്ടോ, ഇവിടുത്തെ ചെസ്റ്റിലാണ് ഒന്ന് ലോഡ് ആവാനുള്ളത്.
പക്ഷെ അത് ആകുന്നില്ല ഗൈസ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവരെല്ലാവരും കറക്റ്റ് ഫാർമേഴ്സ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇത്രയും നേരമായിട്ട് എന്തുകൊണ്ടാണ് ക്യാരറ്റ് ഫുള്ള് വരാത്തതെന്നൊന്നും. എന്തായാലും ഫുൾ ഡിസപ്പോയിൻ്റ് ആണല്ലോ ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അയ്യോ, ഇവിടെ കിടന്നാൽ വെളിയിറങ്ങിയ എന്തായാലും ഇപ്പം ഫാർമ് ഒരുവിധമായി. പിന്നെ കുഴപ്പമില്ല. എന്തായാലും നമുക്കിതൊന്നും കൂടെ റിപ്പയർ ചെയ്യണം. അതെന്തായാലും വീഡിയോ നല്ല ലെങ്തായി ഗൈസ്. ഇനിയിപ്പോൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. നമുക്കിനി ഒരു അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറൊരു ഫാർമായിട്ടല്ലെങ്കിൽ ഈ ഫാർമിനെ റിപ്പയർ ചെയ്തെടുക്കണം ഗൈസ് എന്തായാലും. പക്ഷെ എന്താണെന്ന് ഫ്ലോപ്പാകാൻ കാരണം എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫാർമായിട്ട്, ഇല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും കാണാം ഗൈസ്. ബൈ.